വിനീഷ് ബാസിന്റെ നാടൻ പാട്ടിലെ ഓരോ ടീമുകൾ കല്യാണം കഴിച്ചു പോകുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അല്ലേ. മെയിൻ ഗായിക കോറസ് ടീം ഐഷു പോയപ്പോഴാണ് പുള്ളി ട്രൂപ്പ് നിർത്തിയത്. പിന്നെ അന്നാച്ചോപ്പ നിന്നു തകർക്കുകയായിരുന്നു. അപ്പോ എന്തായാലും ഓരോ ആളുകളുടെ കല്യാണം കഴിക്കുന്ന കല്യാണങ്ങൾ നടന്നു പോകണം. പുള്ളിയുടെ ട്രൂപ്പിൽ കളിക്കുന്ന എല്ലാവരുടെ കല്യാണം നടക്കില്ല. സ്റ്റാർ മാജിക്കിൽ എനിക്ക് മൈക്ക് തരാറില്ല. സ്വന്തം പരിപാടിക്ക് എനിക്ക് മൈക്ക് കിട്ടിയില്ല. സ്വന്തം പരിപാടികൾ ഇത് ഗംഭീരമായിട്ട് പറക്കണ ആനൊക്കെ തലയ്ക്ക് വെള്ളം നിൽക്കുക. അതുകൊണ്ട് പെട്ടെന്ന് ഏറി കെട്ടുന്ന സാധനമാണോ? ഞാനും പുള്ളി ഒരുപോലെയാണ്. എന്നെ കണ്ടതിന് ശേഷം കണ്ടുപിടിക്കാറുണ്ട്. അല്ല എന്താ പറയാനുള്ളത്? ടീം കുറെ നാൾ ആഗ്രഹിച്ചിരുന്നു കല്യാണം കഴിച്ചത്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ അത് ഒരു വലിയ സന്തോഷത്തിൽ പറഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോഴേ സ്റ്റാർ മാജിക്കിനെ കുറിച്ച് ആരെങ്കിലും നമ്മളവിടെ കാര്യം ചോദിക്കണം. അപ്പൊ ചോദിക്കുമ്പം 2-3 കാര്യങ്ങളാണ്. ഫസ്റ്റ് ചോദിക്കുന്ന ചാട്ടയ്ക്ക് എങ്ങനെ അടിയിട്ട് വേരെടുക്കുമെന്ന് അത് പറയും. പിന്നെ ബിനീഷ് ബാസിന്റെ കല്യാണത്തിന്റെ കാര്യം പറയും, തങ്കത്തിന്റെ കല്യാണത്തിന്റെ കാര്യം പറയും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാറ് അല്ലേ. പിന്നെ ഇപ്പൊ പറയാറെങ്കിലല്ല ആ പരിപാടി എങ്ങനെയെങ്കിലും രണ്ടാമതും തുടങ്ങാൻ പാടില്ല. അത് ചോദിക്കാറ് എല്ലാവരും തന്നെ. സാറ് കിട്ടുന്നില്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും വർക്കുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? പ്രതീക്ഷിക്കാമോ? എടാ ഇത് നിന്റെ കല്യാണമാണ്, അവിടെ നിൽക്കുന്നില്ല. നോക്കാം, നമുക്ക് ഒന്ന് ട്രൈ നോക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ തൽക്കാലം ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ടി വി എന്ന പുതിയ ചാനൽ വരുന്നു. അപ്പൊ അതിന്റെ ഇന്റർവെല്ലിൽ നമുക്കൊരു ഞാൻ ഒരു ന്യൂസ് വായിക്കാൻ അടിമാലി വിളിക്കുന്നു. പരിപാടിയുടെ പേര് ഓണയം. ഓക്കെ, 4 മണിക്കൂട്ട് മേക്കപ്പ് കയറിയതാണ്. 3 വട്ടം ടച്ച് ചെയ്യാൻ വേണ്ടി ആളിനെ വെച്ചു. അരുണുത്രാടത്തിന്റെ കൈ കഴിച്ചപ്പോൾ അവൻ പറഞ്ഞു മേക്കപ്പ് ഇപ്പം കറക്റ്റാണ്. ഇവിടുത്തെ അതായത് ഈ ഹോട്ടലിലെ ലക്ഷ്മി നക്ഷത്രം ഇന്ന് അഭിവൃദ്ധിയോടാണ്. കാരണം പുള്ളി 1 വട്ടം ആങ്കർ ചെയ്തിട്ടുണ്ട്. ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് പുള്ളിയായിരിക്കും. അനുവിന്റെ പുതിയ സംരംഭത്തിലേക്ക് എല്ലാവിധ ആശംസ അറിയിക്കും. അല്ല, ശ്രീവിദ്യ എവിടെ ഇല്ലേ? വലിയ സ്റ്റാറായി നമ്മളൊക്കെ പറഞ്ഞ കൗണ്ടർ വേണോ അതോ മനസ്സിലായി മൈക്ക് കൊടുക്കാൻ? ഇപ്പൊ മനസ്സിലായി. എടാ ഞങ്ങൾ സ്റ്റാറായിരുന്നാലും പരിപാടി. അതെ അതെ ഓക്കെ, നേരത്തെ പറഞ്ഞു പറഞ്ഞു. ഇനി ശ്രീവിദ്യ സംസാരിക്കും. എന്നെ ആദ്യമായിട്ട് പിച്ച് ഔട്ട് തെറ്റി പാട്ട് പാടാൻ പഠിപ്പിച്ച വിനീഷ് ബാസിന്റെ കല്യാണം. അങ്ങനെ ഒരു ഗായകന്റെ കല്യാണമാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ഞങ്ങളൊന്നും കൂട്ടുന്നില്ല. എന്റെ കല്യാണത്തിന് പിണങ്ങിയിട്ട് വന്നില്ല. ഇനി ഭർത്താവ് പാടാൻ വിടുമെന്ന് ചോദിച്ചു. ആദ്യം തലേദിവസം വിളിച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പിലേക്ക് ഒരു ഗായകന് പാട്ട് പാടൂലേ താരാ? ഇന്നലെ വളരെ വേണ്ടപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. മിനിഞ്ഞാന്ന് ടീമിന്റെ മധുര ബുക്ക് ഓപ്ഷൻ ആയിരുന്നു. അന്ന് ടീം ഒരു പാട്ട് പാടി. ടീം എപ്പോഴും പാട്ട് പാടാൻ ഉപയോഗിക്കുന്നത് ടീമിന്റെ ഒരു ഐപാഡ് ഉണ്ട്. അതിനകത്ത് എല്ലാവിധ ട്രാക്കുകളും ഉണ്ട്. ആദ്യത്തെ പാട്ട് കഴിഞ്ഞ നിങ്ങളുടെ വോയിസ് ഉൾപ്പെടെ. അപ്പോൾ ആദ്യത്തെ പാട്ട് കഴിഞ്ഞതിന് ശേഷം കുറെ പേര് വന്നിരുന്നു. വടുവരുന്നു, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ വന്നിരുന്നു. ആദ്യത്തെ പാട്ട് പാടിയതിനു ശേഷം ആ ട്രാക്കുകളുള്ള ഐപാഡ് മിസ്സായി. അതുകൊണ്ടാണ് ഇന്നിവിടെ പാട്ട് കേൾക്കാൻ പറ്റാത്തത്. അത് ഇസ്രായേലിലായിരുന്നു. പക്ഷേ പാട്ടിനോട് വളരെയധികം ഇഷ്ടമുള്ള ഇനി വേദാൽ നീ പാടരുത് എന്നുള്ള ഇന്റൻഷൻ എന്നൊരു സംശയം.
മധുരം വെക്കാൻ നിങ്ങൾ ഉള്ളി എന്താ മേടിക്കുന്നില്ല, ഷുഗർ 400 അത് വെച്ച് Ready? 3, 4, congratulations to team Tara! ലക്ഷ്മി പഴയ ടച്ചൊക്കെ പോയിട്ടുണ്ട്. വല്ലപ്പോഴും പരിപാടി ഞാൻ വിളിക്കണേ, എനിക്ക് മറന്നു പോയൊക്കെ. ഞാനൊരു കാര്യം ചോദിക്കാം, വിളിച്ചാലും വേദിയിലേക്കും വരില്ല, മൈക്കും മേടിക്കാത്ത ആള് മൈക്കൊക്കെ മേടിച്ച് ഭയങ്കരമായിട്ട് നീയൊക്കെ പോയപ്പോ പുള്ളിയായിരുന്നു അവിടെ ഒറ്റയ്ക്ക്. അങ്ങനെ എക്സ്പീരിയൻസ് ആകാം. അതുകൊണ്ടല്ല, ഇവര് മൈക്ക് എടുത്ത് സംസാരിക്കുന്നതിന് ബാക്കിലൊരു മൈക്ക് ഉണ്ടാകും. ആ മൈക്ക് എന്റേതായിരുന്നു അല്ലേ അങ്ങനെ. മുട്ട് മുട്ട് ആ, ഒന്ന് കഴിച്ചെടുക്കും പ്ലീസ്. ജസീലല്ല ഇനി താര. ഇതിലേത് ഫേസ് ആണോ അത് പൊക്കി കാണിക്കുക കേട്ടോ. യെസ്. ഒരു പൊടിക്ക് എനിക്കാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്ന ആളാരാ? ഒരു പൊടിക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് സ്വന്തമായിട്ട് മനസ്സിലുള്ളതാരാ? സ്വാഭാവികം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ പൊസസീവ് ആരാ? ഏറ്റവും കൂടുതൽ സ്വാർത്ഥത. സ്വാർത്ഥം. അതിന് മറ്റുള്ളവരോട് മിണ്ടാൻ പാടില്ല, മെസ്സേജ് അയക്കാൻ പാടില്ല, എന്റേതാണ് നീ എന്റേത് മാത്രമാണ്. നോക്കട്ടെ, ഇവര് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടാണ് പോണേ. ശരി, ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത് ആരാ? ഒരു ദിവസം ഷിയാസിന. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത് ഷിയാസ. വിനീഷ് ബാബു. ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്നത് ആരാ? ഓക്കെ, അത് മാത്രം റൈറ്റ് ആൻസർ ഒന്ന് കൈയടിച്ചു കൊടുക്കാം. ഇതില് ഏറ്റവും വലിയ സിംഗർ, ഞാൻ ഗായിക എന്ന് പറഞ്ഞിട്ടില്ല, ഗായിക എന്ന് പറഞ്ഞിട്ടില്ല, ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ സിംഗർ ആരാ? എന്റെ താരം ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാണോ? തനിക്കൊരു ലേശം സ്വന്തം ബുദ്ധിയുണ്ട്, അതുകൊണ്ടാണ്. കുറച്ച് അല്പം നന്നായിട്ട് പാട്ട് പറയാം. ഓക്കെ, അടുത്തത് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഇതിൽ ഏറ്റവും കൂടുതൽ തല്ലിപ്പൊളി കൗണ്ടർ പറയുന്നത് ആരാണ്? കോൺഫിഡന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ തല്ലിപ്പൊളി കൗണ്ടർ പറയുന്നത്. ശരി, ഇതിൽ ഏറ്റവും കൂടുതൽ പിണക്കമുള്ള ആളാരാ? സത്യസന്ധത. താരയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഐ ലവ് യു ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഒരു ദിവസത്തിൽ? നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ ഈ 5 വർഷത്തെ പ്രണയം? ടീമിന് ഐ ലവ് യു പറയാൻ ഇംഗ്ലീഷിൽ അറിയില്ല. ടീമേ, ഐ ലവ് യു എന്ന് പറയാറില്ലേ?